ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഒരു എൻക്വയറിയാണ് വിച്ച് ഈസ് ദ ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ്. പക്ഷേ സങ്കടകരമായ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ടൂത്ത് പേസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ പേസ്റ്റ് കാണാൻ പറ്റും. അതിലെല്ലാം പറയുന്നത് ഇത് തേച്ചാൽ നിങ്ങൾക്ക് പല്ല്, പക്ഷെ അതിൽ ഡോക്ടറിന് പറയാനുള്ളത് എന്താ? ഇതൊരു മാർക്കറ്റിംഗ് എന്നുള്ളതല്ലാതെ അതിനൊരു പരിധി കൂടുതലുള്ള റോളുകളൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഒരു നോർമൽ ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള ഏത് ടൂത്ത് പേസ്റ്റും നല്ലതാണ്. പിന്നെ ഉള്ളത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളാണ്. അത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ സെൻസിറ്റിവിറ്റി ഉള്ളപ്പോൾ നമുക്ക് സെൻസിറ്റിവിറ്റി കുറയ്ക്കാനുള്ള ചില ടൂത്ത് പേസ്റ്റുകൾ കുറച്ച് കാലത്തായിട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അല്ലാതെ സ്ഥിരമായിട്ട് സെൻസോഡൈനും സെൻസോഡൻറ്റും ഒക്കെ തേച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതല്ല. കാരണം എല്ലാ ദിവസവും തലവേദനയുള്ള ഒരാൾ എല്ലാ ദിവസവും ഓരോ പാരസെറ്റമോൾ കഴിക്കുന്ന പോലെയാണ്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് തലവേദന ഉണ്ടെങ്കിൽ അയാൾ ചിന്തിക്കില്ല എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന്. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റിയുടെ കാര്യം, അതെന്തോ കുഴപ്പത്തിനെയാണ് കാണിക്കുന്നത്. ആ കുഴപ്പം കറക്റ്റ് ചെയ്യാതെ ഇത് തന്നെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. പിന്നെ വരുന്നതാണ് ഗം ഇഷ്യൂസ് ഉള്ളവർക്ക് വേണ്ടിയുള്ള ടൂത്ത് പേസ്റ്റ്. അത് കുറച്ചുകൂടി ആൻറ്റി ഇൻഫ്ലമേറ്ററി കൂടുതലായിട്ട് കണ്ടന്റ് ഉള്ള ടൂത്ത് പേസ്റ്റുകളാണ്. അതും കുറച്ച് കാലത്തായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം മാത്രമാണ്. അങ്ങനെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചില ടൂത്ത് പേസ്റ്റുകൾ ചില അവസരങ്ങളിൽ ഉപയോഗിക്കാമെന്നുള്ളതല്ലാതെ നോർമൽ ആയിട്ടുള്ള ഏത് ടൂത്ത് പേസ്റ്റും ധാരാളമാണ്. ബാക്കിയെല്ലാം ഒരു മാർക്കറ്റിംഗ് ഗിമിക്കാണ്. പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ എങ്ങനെ ബ്രഷ് ചെയ്യുന്നു, എങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതൊക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അല്ലാതെ ഈ പേസ്റ്റ് വായിലോട്ട് വെച്ച ഉടനെ അത് 99% അണുക്കളയും എടുത്ത് പുറത്തോട്ട് കളയില്ല.